അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ അള്ളാഹു അറിയില്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മകനാണ് ആര്? അബ്ദുല്ലാഹിബ്നു ഉമർ. വകാന മിൻ ഫുഖഹാഇ സഹാബ, സഹാബാക്കളിലെ ഫിഖ്ഹിൽ ഗ്രാഹ്യമുള്ള പണ്ഡിതനായിരുന്നു മഹാനവർകൾ. വ മുഫ്തീഹിം വ സുഹാദിഹിം, അവരിൽ ഫത്വ കൊടുക്കുന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ വലിയ ഭൗതിക പരിത്യാഗം നടത്തിയ സഹാബിയാണ് അദ്ദേഹം. ഹജ്ജിനെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ള സഹാബി അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. എത്രത്തോളം പറയപ്പെടുന്നുണ്ട്? വഹജ്ജ സിത്തീന സനതൻ ഹജ്ജത്തൻ, 60 ഹജ്ജ് ആര് ചെയ്തിട്ടുണ്ട്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅതമറ അൽഫ ഉംറത്തിൻ, 1000 ഹജ്ജ് ഉംറയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 60 ഹജ്ജും 1000 ഉംറയും ചെയ്ത മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നമുക്കൊരു കഥ പറഞ്ഞു തന്നു. എന്താണ് ആ കഥ? ഇൻതലഖ സലാസതു നഫരിൻ മിമ്മൻ കാന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹത്തിൽ നിന്നും 3 ആളുകൾ യാത്ര പോയി. യാത്ര പോയിട്ട് അവർ രാത്രിയായപ്പോൾ അവർക്ക് കയറിക്കിടക്കാൻ പ്രത്യേകിച്ച് ഇടമൊന്നും കാണുന്നില്ല. ഹത്ത ആവാഹുമുൽ മബീതു ഇലാ ഗാരിൻ, അവർ ഒരു ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചു ചെന്നു. വന്ന് രാത്രി ആ ഗുഹയിൽ താമസിച്ചിട്ട് രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പോകാം എന്നാണ് അവർ ധരിച്ചത്. അങ്ങനെ അവരതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മലൻ്റെ മുകളിൽ നിന്നും ഒരു പാറ ഉരുണ്ട് വീണിട്ട് ഗുഹാമുഖം അടച്ചു. നമ്മൾ പലപ്പോഴും പല പ്രസംഗങ്ങളിലും ഖുത്ബകളിലൊക്കെ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു ഹദീസാണിത്. അങ്ങനെ അവരടങ്ങാറായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുറത്ത് കിടക്കാൻ വേണ്ടി പറ്റുന്നില്ല. തള്ളി നീക്കാൻ നോക്കി, ചവിട്ടാൻ നോക്കി, ഒരു നിലക്കും ആ പാറ നീങ്ങുന്നില്ല. അവസാനം അവർ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യില്ല, യുൻജീക്കും മിൻ ഹാദിഹി സഖറ ഇല്ല അൻ തദ്ഉ അല്ലാഹ തആല ബിസാലിഹി അമാലിക്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ ചെയ്ത നല്ല അമലുകൾ ഉണ്ടാവുമല്ലോ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമലുകൾ, ആ അമലുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പഠിച്ചാൽ ഞാൻ ഇന്ന നന്മ ചെയ്തിട്ടുണ്ട്, ആ നന്മൻ്റെ പേരിൽ നീ എനിക്ക് ഞങ്ങൾക്ക് ഈ കെടുതിയിൽ നിന്ന് മോചനം നൽകണേ എന്ന് ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ആളുകളും അംഗീകരിച്ചു. അങ്ങനെ ഓരോ ആളുകളും അവർ ചെയ്ത നന്മകൾ പറയണം. ഒന്നാമത്തെ ആൾ പറഞ്ഞു, അല്ലാഹുമ്മ കാനലി അബവാനി ഷെയ്ഖാനി കബീറാൻ, എനിക്ക് വാർദ്ധക്യത്തിലെത്തിയ പ്രായമെത്തിയ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പൊതുവായ രീതി എന്താണ്? ഞാൻ എൻ്റെ ഉമ്മക്കും വാപ്പക്കും വൈകുന്നേരം കുടിക്കാനുള്ള ഗബൂക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ എൻ്റെ ഭാര്യക്കും എൻ്റെ സേവകന്മാർക്കും എൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കുമായിരുന്നുള്ളൂ. അപ്പോൾ വൈകുന്നേരം കുടിക്കുന്ന പാനീയത്തിനാണ് ഗബൂക്ക് എന്ന് പറയുക. സബൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുടിക്കുന്ന പാനീയം അറബിയിൽ. പിന്നെ ഹാസ് എന്ന് പറഞ്ഞൊരു പാനീയമുണ്ട്. ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രഭാതം പൊട്ടി വിടരുന്ന സമയത്ത്, ഒന്ന് സുബഹിൻ്റെ സമയത്തും ഒന്ന് വൈകുന്നേരവും പ്രദോഷത്തിലും ഒന്ന് ഈ പറഞ്ഞ പ്രഭാതത്തിൻ്റെ സമയത്തും. അപ്പോൾ ഗബൂക്ക് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കുടിക്കുന്ന പാനീയമാണ്. നമ്മുടെ നാട്ടിൽ ചായയാണ് അതിൽ. വൈകുന്നേരം അസർ നിസ്കാരം കഴിഞ്ഞാൽ 2 നിസ്കാരത്തിന് ശേഷം എന്താണ്, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ എന്ത് വേണം, നമുക്കൊരു ചായ വേണം. അസർ നിസ്കാരം കഴിഞ്ഞാൽ എന്ത് വേണം, ചായ വേണം. ഉറുദുക്കാരൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. കട്ടൻ ചായ ഇങ്ങനെ ഫ്ലാസ്കിലാക്കിയിട്ട് കുടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ടാവും. ഏതായാലും ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം കൊടുക്കുക ആർക്കാണ് ഈ വൈകുന്നേരം ഉണ്ടാക്കുന്ന പാനീയം? എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കാണ് കൊടുക്കുക. അതിനുശേഷം മാത്രമേ ഞാൻ എൻ്റെ ഭാര്യക്കും ഖാദിമ്യങ്ങൾക്കൊക്കെ കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഈ ആടിനെയും മാടിനൊക്കെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയി ഫന ആബി തൊലബുഷജരിയോമൻ, അവർക്ക് മേയ്ക്കാനുള്ള സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് വൈകിപ്പോയി. അന്ന് മേയാനുള്ള സ്ഥലം കിട്ടിയില്ല. അന്വേഷിച്ച് മറ്റു സ്ഥലങ്ങളിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് എൻ്റെ ഉമ്മയും ബാപ്പയും ഉറങ്ങിപ്പോയിരുന്നു. അങ്ങനെ ഉടനെ തന്നെ ഫഹലബ്തുലഹുമ ഗബൂഖഹുമ, ഞാൻ വേഗം എൻ്റെ വീട്ടിലുള്ള മൃഗത്തിനൊക്കെ കറന്നിട്ട് ആ പാനിയൊക്കെ തയ്യാറാക്കി അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഉറങ്ങുകയാണ്. അപ്പം ഞാൻ ധരിച്ചു, ഉണർത്തിയിട്ട് എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ട, അതവരെ ബുദ്ധിമുട്ടിക്കലല്ലേ. അങ്ങനെ അവിടെ ഞാൻ കാത്തു നിൽക്കാൻ വേണ്ടി തുടങ്ങി. എന്തേട്ടെ, ഉറക്കിലെങ്ങാനും നെട്ടിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, കുടിക്കാൻ കൊടുക്കാം. അതുവരെ അദ്ദേഹം പറയാണ്, ഞാൻ അവിടെ എൻ്റെ ഉമ്മയും ഉപ്പയും കാത്തിട്ട് നിന്നു. ഈ സമയത്ത് എൻ്റെ മക്കളാണെങ്കിൽ, എൻ്റെ ചെറിയ കിടാങ്ങളാണെങ്കിൽ വസബിയത്ത് യതലാഗൗന, അവരെൻ്റെ കാലിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ഉപ്പാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് ഒച്ചയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ദാഹിച്ചുകൊണ്ട് അവരുടെ വിശപ്പിൻ്റെ പേരിൽ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പതിവ് ഒന്ന് ഉമ്മാക്കും പാപ്പാക്കും കൊടുക്കലാണ്. 2, എൻ്റെ ഉമ്മയും ഉപ്പയും കുടിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, എൻ്റെ മക്കൾ കുടിക്കാൻ പാടുള്ളൂ എന്ന അദ്ദേഹത്തിൻ്റെ നല്ല നിയത്തുമാണ്. അപ്പം അദ്ദേഹം അങ്ങനെ കാത്തുനിന്ന് രാവിലെ വരെയായി.
പ്രഭാതം ഉദിക്കുന്നത് വരെ ആ നൃത്തം അദ്ദേഹം നിന്നു. ആ നൃത്തം അദ്ദേഹം നിന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹുവിനോട് പറയാണ്, പടച്ചവനെ, ഞാൻ ആ നൃത്തം നിന്നത് അള്ളാഹു നിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക, നിനക്ക് അന്ന് എൻ്റെ നിയ്യത്ത് അറിയാലോ, ഞാനത് നിൻ്റെ പ്രീതി കാംക്ഷിച്ച് ചെയ്തതാണ് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നീ അത് കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഫഫർരിജ് അന്നാ, ഈ ഞങ്ങൾ കുടുങ്ങിയിരിക്കുന്ന ഈ പാറയിൽ നിന്ന് ഞങ്ങൾക്ക് നീ തുറസ് നൽകണേ അല്ലാഹ്. അപ്പോൾ സഹാബി പറയാണ്, അവർ പറയാണ്, കുറച്ച് പാറങ്ങ് നീങ്ങി, ഫൻഫറജത്ത് ഷൈഅ, ഒരല്പം നീങ്ങി, പക്ഷെ പുറത്ത് കിടക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ ആൾ ദുആ ചെയ്തു. എന്താണ് രണ്ടാമത്തെ ആൾ ദുആ ചെയ്തത്? അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നഹു കാന ലീ ഇബ്നതു അമ്മിൻ, എനിക്ക് ഒരു കസിൻ ഉണ്ടായിരുന്നു, എൻ്റെ ഉപ്പാൻ്റെ സഹോദരൻ്റെ ഒരു മകളുണ്ടായിരുന്നു. ആ മകളെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സ്ത്രീയോട് എനിക്ക് അടങ്ങാത്ത പ്രണയമായിരുന്നു. ആ സ്ത്രീയെ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഫംതനഅത്ത് മിന്നി, ആ സ്ത്രീ ഒരിക്കലും എനിക്ക് വഴങ്ങി തന്നിരുന്നില്ല. ഒരു ഹറാമായ ബന്ധത്തിന് ആ സ്ത്രീ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കരമായ ക്ഷാമമുണ്ടായി, ദാരിദ്ര്യം പിടിപെട്ടു. എല്ലാ ആളുകൾക്കും ഭക്ഷണത്തിൻ്റെ മറ്റും പ്രയാസമുണ്ടായി. ഇദ്ദേഹമാണെങ്കിൽ കുറച്ച് സാമ്പത്തികമായി കെൽപ്പുള്ള ആളുമാണ്. അങ്ങനെ ഈ പെണ്ണ് സാമ്പത്തിക സഹായം ചോദിച്ചിട്ട് ഈ ബന്ധുവിൻ്റെ അടുക്കിലേക്ക് എത്തി. ഈ ബന്ധുവിൻ്റെ അടുക്കിലേക്ക് എത്തിയിട്ട് തൻ്റെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഫഅതൈതുഹ 20 ദീനാരിൻ, 120 സ്വർണ്ണ നാണയം, 120 സ്വർണ്ണ നാണയം ആ സ്ത്രീക്ക് കൊടുത്തു. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു. അങ്ങനെയാണല്ലോ ഇങ്ങനത്തെ നമ്മൾ അങ്ങ് വളരെ താഴേക്ക് പോകുന്ന സമയങ്ങളിലാണ് എന്ത് ചെയ്യുക, കഴുകന്മാർ ചൂഷണം ചെയ്യുക. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ 120 ദീനാർ നിനക്ക് തരാം, പക്ഷേ നീ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ എനിക്ക് നീ അവസരം നൽകണം. അലാ അൻ തുഖല്ലിയ ബൈനി വ ബൈന നഫ്സിഹ, ഇതായിരുന്നു അയാളുടെ കണ്ടീഷൻ. അപ്പോൾ ആ പെണ്ണ് ചിന്തിച്ച് നോക്കുമ്പോൾ വേറെ ഒരു വഴിയും ആ പെണ്ണിൻ്റെ മുമ്പിലില്ല, ഒരു വഴിയും ആ പെണ്ണിൻ്റെ മുമ്പിലില്ല. ആ പെണ്ണ് സമ്മതിച്ചു. ആ പെണ്ണ് സമ്മതിച്ചിട്ട് ഹത്താ ഇദാ ഖദർതു അലൈഹി, ഇയാൾ പറയാണ്, ഞാൻ അങ്ങനെ എൻ്റെ ഇംഗിതം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവളെ സമീപിക്കുന്ന സമയത്ത് ആ പെണ്ണ് അവസാനത്തെ ശ്രമം അറ്റ കൈ എന്നുള്ള നിലക്ക് അയാൾ എന്നോട് പറഞ്ഞു, ഇത്തഖില്ലാ, ആ പെണ്ണ് എന്നോട് പറഞ്ഞു, നീ അള്ളാനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. സംഗതി എൻ്റെ മുമ്പിൽ ഒന്നുമില്ല, എൻ്റെ മുമ്പിൽ നിൻ്റെ മുമ്പിൽ വെക്കാൻ അല്ലേ, നമ്മളൊരു പണയത്തിനെങ്കിലും വെച്ചിട്ട് കടം ചോദിക്കാന്ന് പറയുമ്പോൾ ഒരു മാന്യതയുണ്ട്. ഞാൻ കടുത്ത ദാരിദ്ര്യത്തിൽ, എൻ്റെ മുമ്പിൽ വേറൊന്നുമില്ല. ഈ സമയത്ത് നീ എനിക്ക് 120 സ്വർണ്ണ നാണയം തരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. പക്ഷെ നീ എൻ്റെ അഭിമാനത്തിനെയാണ് നീ തിരിച്ച് ചോദിക്കുന്നത് പകരം. ഇവിടെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖിഹി, നീ എൻ്റെ ശരീഅത്തിനെ ഉപയോഗിക്കണമെങ്കിൽ അതിന് അള്ളാഹു അനുവദിച്ചൊരു മാർഗമുണ്ട്, അത് നിക്കാഹ് മാത്രമാണ്. അതല്ലാത്ത മാർഗത്തിൽ നീ എന്നെ നശിപ്പിക്കരുതേ എന്നൊരു വാചകം ആ പെണ്ണ് പറഞ്ഞപ്പോൾ അയാളുടെ മനസ്സിലൊരു മിന്നലടിച്ചു. ഉടനെ അയാളുടെ മനസ്സിൽ ബേജാറുണ്ടായി. കാരണം ഇത്തഖില്ല, അള്ളാഹിൻ്റെ പേര് കേട്ടല്ലോ, അള്ളാഹുവിൻ്റെ പേര് കേട്ട് ഞാൻ എന്തായി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഉടനെ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി. എല്ലാ അവസ്ഥയും അനുകൂലമാണ്, ഒരു പ്രശ്നമില്ല, എല്ലാം അനുകൂലമായി. അദ്ദേഹം പറയാണ്, ഫൻസറഫ്തു അൻഹ, അള്ളാഹിൻ്റെ പേര് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് കിടിലം കൊണ്ടു, ഞാൻ അവിടെ നിന്ന് മാറി. എത്തരത്തിൽ? വഹിയ അഹബ്ബുൻ നാസിലി, അപ്പോഴെനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാൻ അവളെ വിട്ടു. എന്നിട്ടോ 120 ദീനാർ ഞാൻ വെറുതെ കൊടുത്തു, തിരിച്ചു വാങ്ങുന്നു ചെയ്തില്ല. അയാൾ പറയാണ്, പടച്ചവനെ, ഞാൻ അന്ന് ഇത് ചെയ്തത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ആ തൃപ്തിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ബറക്കത്ത് കൊണ്ട്, അതിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്നും നീ മോചിപ്പിക്കണേ അല്ലാ എന്ന് അയാൾ ദുആ ചെയ്യുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, ഫൻഫറജത്തിസ് സഖറ, കുറച്ചും കൂടി ആ പാറ എന്ത് ചെയ്തു, നീങ്ങി. അപ്പോൾ നോക്കിയിട്ട് ഒരാൾക്ക് തെറ്റ് ചെയ്യാനുള്ള അവസരം വന്ന് കിട്ടിയിട്ടും ചെയ്യാതിരുന്നു. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയാം. നമ്മൾ സാധാരണ പറയും, നമ്മൾ തെറ്റിൻ്റെ സാഹചര്യങ്ങളിൽ പോയാൽ നമ്മൾ തെറ്റ് ചെയ്യാണ്ട് ഉറച്ചു നിൽക്കണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് പ്രിക്കോഷൻ എന്ന് പറയുന്നത് തെറ്റിൻ്റെ സാഹചര്യത്തിൽ പോവാതിരിക്കുക എന്നുള്ളതാണ്. തെറ്റിൻ്റെ സാഹചര്യത്തിൽ പോയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രതിരോധിക്കാനുള്ള ശേഷി എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പടി എന്ന് പറയുന്നത് തെറ്റിൻ്റെ സാഹചര്യങ്ങളിൽ, ഇടങ്ങളിൽ, അങ്ങനെയുള്ള ബന്ധങ്ങളിൽ, വ്യക്തികളിൽ നമ്മൾ ചെന്നുപെടാതിരിക്കുക എന്നുള്ളതാണ്. ഇനി യാദൃശ്ചികമായി നമ്മൾ ഉള്ള സ്ഥലം തെറ്റിൻ്റെ കേന്ദ്രമാണെങ്കിൽ അവിടെ നമ്മൾ ഈമാനാകുന്ന, തഖ്വയാകുന്ന പരിചയം കൊണ്ട് നമ്മളതിനെ ഏറ്റുമുട്ടണം. ഇവിടെ ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അപ്പോൾ അള്ളാഹുവിനെ ഓർത്തിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം മാറുകയുണ്ടായി. അപ്പോൾ പാറ കുറച്ചും കൂടി മാറി.
മൂന്നാമത്തെ ആൾ ദുആ ചെയ്തു, പടച്ചവനെ അല്ലാഹുമ്മ ഇന്നി ഇസ്തഅജർതു ഉജറ, ഞാനൊരിക്കൽ എൻ്റെ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായപ്പോൾ കുറച്ച് പണിക്കാരെ കൂലിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ പണിക്കാരെ കൂലിക്ക് വിളിച്ചാൽ എന്ത് ചെയ്യും? പണി കഴിഞ്ഞ് പോകുമ്പോൾ അവർക്കുള്ള വേതനം കൊടുക്കും, അന്നത്തെ കൂലി കൊടുത്തിട്ട് പോകും. ഒരാൾക്കുള്ള കൂലി കൊടുക്കാൻ വിട്ടുപോയി, അയാളാണെങ്കിൽ കൂലി വാങ്ങാതെ പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അയാളുടെ പൈസ അങ്ങ് മാറ്റിവെച്ചു. അയാളുടെ പൈസ ഞാൻ മാറ്റിവെച്ചു. ആ പൈസനെ കൊണ്ട് കുറച്ച് ആടിനെ വാങ്ങി, ആ ആട് പ്രസവിച്ചു. അങ്ങനെ 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 അത് വലിയ സമ്പത്തായിട്ട് മാറി, വലിയ സമ്പത്തായിട്ട് മാറി. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ തിരിച്ചു വന്നു. അന്നേക്കും അയാൾക്ക് ഓർമ്മ ഉണ്ടായിട്ടുണ്ടാകും, ഞാൻ അന്ന് അവിടെ പണിക്ക് പോയിട്ടുണ്ടല്ലോ, അന്ന് പണിക്ക് പോയിട്ട് എനിക്ക് ശമ്പളം നൽകിയിട്ടില്ലല്ലോ. അല്ലേ, നമ്മൾ മുതലാളിമാർ എപ്പോൾ എന്താ ചിന്തിക്കാന്ന് വെച്ചാൽ എങ്ങനെ തൊഴിലാളിയുടെ ഒരു ദിവസത്തെ പൈസ കട്ടാക്കാം, അല്ലേ? എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ചില ആളുകൾ ബുദ്ധിക്കാരെങ്ങനെയാണ് എങ്ങനെ എൻ്റെ കീഴിൽ പണിയെടുക്കുന്ന സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളിയുടെ സമ്പത്ത് അല്ലെങ്കിൽ അവൻ്റെ വേതനം എന്തെല്ലാം ന്യായം പറഞ്ഞിട്ട് പിടിച്ചെടുക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ അദ്ദേഹം മറന്നിട്ടാണ് പോയത്. ശരിക്കും മറന്നിട്ട് പോയി കഴിഞ്ഞാൽ അന്നത്തെ കൂലി എത്രയാണ് അത് കൊടുത്താൽ മതിയല്ലോ. നമ്മളിപ്പോൾ ഒരാൾ 1500 രൂപയ്ക്ക് കൂലിക്ക് പണിക്ക് വിളിച്ചു, അയാൾ പൈസ വാങ്ങാതെ പോയി കഴിഞ്ഞാൽ അയാൾ എപ്പം വന്നാലും ഈ 1500 കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം കൊടുത്താൽ മതിയല്ലോ. പക്ഷെ ഇദ്ദേഹം ഇതുകൊണ്ട് ഇങ്ങനെ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അത് വലിയ സമ്പത്തായിട്ട് മാറി. കാലങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂലി തരുക എന്ന് പറഞ്ഞു. അദ്ദി ഇലയ്യ അജ്രി, എൻ്റെ കൂലി തിരിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഫഖുൽതു ലഹു കുല്ലു മാ തറാ മിൻ ഉജ്റതിക മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനമി വൽ റഖീഖ്, ദാ ഈ കാണുന്നതെല്ലാം നിന്റെ കൂലിയാന്ന് പറഞ്ഞു. നമ്മളെ ആളെ കളിയാക്കിയ നിങ്ങൾ നമ്മളെ ആളെ കളിയാക്കുക, ഇത് മൊത്തം അങ്ങനെ അതിനുള്ള പണി ഞാൻ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇയാൾ കരുതി എന്നെ എന്ത് ചെയ്യാണ്, ഇദ്ദേഹം പരിഹസിക്കുകയാണ്. അപ്പം ഇദ്ദേഹം പറഞ്ഞ അല്ല, ഞാൻ പരിഹസിക്കുക. അപ്പം ഇദ്ദേഹം പറഞ്ഞു ലാ തസ്തഹ്സിബി, എന്നെ പരിഹസിക്കല്ലേ. ഇദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ പരിഹസിക്കുകയല്ല, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾ അന്ന് ഇട്ടേച്ച് പോയ ആ സമ്പത്തിനെ ഞാൻ വളർത്തി നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നതൊക്കെ. അദ്ദേഹം പറയാണ്, ഇയാൾ സന്തോഷത്തോടെ ഇതെല്ലാം എടുത്തിട്ട് ഒരു ആട്ടിൻകുട്ടിനെ വരെ ബാക്കിയാക്കുക, അതെല്ലാം എടുത്തിട്ട് പോയി. ആട് മാത്രമല്ല, ആട് മാട് ഒട്ടകൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം എടുത്തിട്ട് അയാൾ പോയി, തിരിഞ്ഞു പോലും നോക്കിയില്ല. ഈ മനുഷ്യൻ പറയണം. അപ്പോൾ ഇയാളെ മനസ്സിൻ്റെ വിശാലത നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം പറയാണ്, യാ അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക, പടച്ചവനെ ഞാനിത് ചെയ്തത് നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു പടച്ചവനെ. ആ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഞാനതങ്ങനെ കൊടുത്തത്. അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഫൻഫറജത്തിസ് സഖറ, ആ പാറ മുഴുവനായിട്ടും നീങ്ങി എല്ലാ ആളുകളും പുറത്തേക്ക് പോയി എന്ന് ശഫീഉൽ വറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റഹിമഹുമുല്ലാഹ് രണ്ടുപേരും റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ നോക്കൂ, ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെട്ടപ്പോൾ, അല്ലേ, ഇന്നിപ്പോൾ നമ്മളങ്ങനെ ഒരു സ്ഥലത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബാഹ്യമായി എന്തെല്ലാം ഏർപ്പാടുകളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക. ഫയർഫോഴ്സിന് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്ററിൽ പട്ടാളത്തിന് വരാൻ വേണ്ടി പറ്റുമോ, അതൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. പക്ഷെ അതിൻ്റെ ഒക്കെ മുമ്പ് അമലുകൾ കൊണ്ട് പ്രശ്നങ്ങളിൽ നമ്മൾ പരിഹാരം തുടരണം. നമ്മൾ ചെയ്ത സാലിഹായ അമലുകൾ, അപ്പോൾ ഇവർക്ക് അങ്ങനെ അള്ളാഹിൻ്റെ മുമ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ അമലുകൾ ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ആ ദുആ ചെയ്യാനും ആ ദുആൻ്റെ ബർക്കത്ത് കൊണ്ട് അവർക്ക് രക്ഷപ്പെടാനും സാധിച്ചത്. ഇതുപോലെ നമ്മളും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മാറ്റി വെക്കാറുണ്ട്. എന്താ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എമർജൻസി ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാലറിയിൽ നിന്നും നമ്മുടെ ലാഭത്തു നിന്നൊക്കെ ഒരു നിശ്ചിത തുക മാറ്റി വെക്കും. എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി. ഇപ്പോൾ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ആരോട് കടന്ന് ചോദിക്കേണ്ടതില്ല, ഈ ഫണ്ടിൽ നിന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ നമ്മൾ അടിയന്തര സാഹചര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ സഹായത്തെ പിടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എമർജൻസി ഫണ്ട് പോലെ കുറച്ച് അമലുകൾ അങ്ങനെ വെക്കണം. ആരും അറിയാൻ പറ്റില്ല അമല്. ഇതെന്നെ ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടല്ല അറിഞ്ഞത്. ഈ സാഹചര്യത്തിൽ പെട്ടപ്പോൾ രഹസ്യമായി, പരമരഹസ്യമായി നമ്മൾ നന്മകൾ ചെയ്തു വെക്കണം. എന്നിട്ട് നമ്മൾ ഗതിമുട്ടി നിൽക്കുമ്പോൾ ഇനി മുന്നോട്ട് ഒരു അടി നീങ്ങാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പറയാം, അല്ലാഹുവേ ഞാൻ ഇന്നാലിന്ന ദിവസം, ഇന്നാലിന്ന രാത്രിയിൽ, ഇന്നാലിന്ന പകലിൽ, ഇന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ പടച്ചവനെ അത് ഇന്ന കാര്യം ചെയ്തത് അല്ലെങ്കിൽ ചെയ്യാതിരുന്നത് നിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടായിരുന്നു. രഹസ്യമായി നമ്മൾ നല്ല അമലുകൾ ചെയ്യുമ്പോൾ അതിന് നല്ല ഇഖ്ലാസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്.
പരസ്യമായി ചെയ്യേണ്ട കുറേ അമലുകളുണ്ട്. ഇപ്പോൾ ജമാഅത്തായിട്ടുള്ള നിസ്കാരം അത് ഇതൊക്കെ നമ്മൾ പരസ്യമായിട്ട് ചെയ്യേണ്ട, അപ്പോൾ രഹസ്യമായിട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ പല അമലുകളും നമുക്ക് രഹസ്യമായ നന്മകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ രഹസ്യമായ നന്മകളാണ് നമുക്ക് പല അപകടങ്ങളിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് എന്നാണ് നമുക്ക് ഹദീസുകൾ മനസ്സിലാക്കി തരുന്നത്. അപ്പം റിയാദുസ് സാലിഹിൽ ഒന്നാമത്തെ ബാബ് ഇവിടെ തീരുകയാണ്. ഒന്നാമത്തെ ബാബ് പിന്നെ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട ബാബായിരുന്നു. അള്ളാഹു നമുക്ക് അമലുകളിലൊക്കെ നല്ല ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.